ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 9 കുരുമുളക്. ഞാനീ പറയുന്ന രീതിയിൽ ഞാൻ എങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കിഴി കെട്ടി അത് ഒരു മൺചട്ടിക്കകത്ത് എള്ളെണ്ണ ഒഴിച്ച് ഞാനീ പറയുന്ന സമയത്ത് വീട്ടിലൊരു ദീപം കാണിച്ചാൽ ധനാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ ഒരു രഹസ്യ മന്ത്രവും കൂടെ ജപിച്ച് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ അനുഗ്രഹം വരുമെന്നുള്ളതാണ്. ധനാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ അളവറ്റ സമ്പത്തുകളും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരും. അതോടൊപ്പം നമുക്ക് ഭയം മാറും, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകും, പിന്നെ ശനിദോഷങ്ങൾ മാറും, ശത്രുദോഷങ്ങൾ മാറും, ഗ്രഹപ്പഴകൾ മാറും, സമ്പത്ത് ദിവസവും വർദ്ധിച്ചു വരും. ആരെന്ത് നമുക്കെതിരെ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനെല്ലാം നിഷ്പ്രഭമാക്കാനും സാധിക്കും. ശിവന്റെ അംശം തന്നെയാണ് എല്ലാ ഭൈരവ ഭാവങ്ങളും. ഞാനിപ്പോൾ പറയുന്ന ധനാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ 9 കുരുമുളക് കൊണ്ടുള്ള, കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണക്ക കുരുമുളകില്ലേ, അത് തന്നെ, പച്ചയല്ല, ഉണക്ക കുരുമുളക്. ഇപ്പോൾ 9 കുരുമുളക് കൊണ്ടുള്ള ഇത് ഞാനീ പറയുന്ന ഒരു ദിവസം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യണ്ട. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വരുന്ന, ആപത്തുകളെ തട്ടിമാറ്റുന്ന, നിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ അതെല്ലാം നിഷ്ഫലമാക്കുന്ന, അല്ലെ വരുന്നിടത്തോട്ട് തന്നെ തിരിച്ചുവിടുന്ന, ശത്രുദോഷങ്ങളെ തിരിച്ചു വായിക്കുന്ന ധനാകൃഷ്ണ ഭൈരവന്റെ, അതുപോലെ സമ്പത്തും, പേര് തന്നെ കേട്ടാൽ അറിയാമല്ലോ, ധനാകൃഷ്ണ ഭൈരവൻ, ധനത്തെ നൽകുന്ന ഭൈരവൻ. ആ ഭൈരവസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്ന, ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആ ശിവ മാർഗം പിന്തുടരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവാംശമായ ധനാകൃഷ്ണ ഭൈരവ സ്വാമിയെക്കുറിച്ച് ഞാൻ പറയും. അത് ചെയ്യുന്നവർക്ക് ബലവും ഉണ്ടാവും, അത്ര ആവശ്യമുള്ളവർ ചെയ്യുക. അതോടൊപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ദാനധർമ്മങ്ങളും ചെയ്യണം. നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. ഉറച്ച വിശ്വാസമായിരിക്കണം, അത്ര അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും മെസ്സേജ് കൊടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാവുന്ന നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും ഇതുപോലെ ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം സമയമില്ലാത്തതുകൊണ്ടാണ്. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ധനാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ ഏറ്റവും രഹസ്യമായ ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. 9 കുരുമുളക്, ഈ ഉണക്ക കുരുമുളക്, അതാണ് ഉദ്ദേശിക്കുന്നത്. 9 കുരുമുളക് എണ്ണ എടുത്തിട്ട് നിങ്ങളൊരു വെള്ള തുണിക്കകത്ത് ചെറിയ കിഴി കെട്ടി, എന്നിട്ടൊരു ചെറിയ മൺചട്ടി എടുത്തിട്ട്, ചെറിയ മൺചട്ടി, അതിൻ്റെ അകത്ത് എള്ളെണ്ണ ഉപയോഗിക്കണം. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം, നെയ്യല്ല. എള്ളെണ്ണ ഉപയോഗിച്ച്, എള്ളെണ്ണ ഒഴിച്ച് ചെറിയ കിഴി കെട്ടിയാൽ മതി കേട്ടോ. 9 കുരുമുളക് വെച്ച് ഒരു വെള്ള തുണിക്കകത്ത് ചെറിയ കിഴി കെട്ടി, കിഴി കെട്ടുമ്പോൾ ആ വെള്ള തുണിയുടെ തന്നെ ഇച്ചിരി കീറിയിട്ട് വേണം കെട്ടാൻ ഉപയോഗിക്കുന്ന, കെട്ടുന്നതും മനസ്സിലായില്ലേ? വെള്ള കിഴി കെട്ടുമ്പോൾ ആ തുണിയുടെ തന്നെ ഇച്ചിരി ഭാഗം കീറി വേണം കെട്ടാൻ ഉപയോഗിക്കുന്നത്. ചെറിയ കുഞ്ഞൊരു കിഴി കെട്ടിയാൽ മതിയെന്നേ. 9 കുരുമുളക് കൊള്ളാനുള്ള ഒരു ചെറിയ കിഴി അങ്ങനെ കെട്ടിയിട്ട് ഒരു ചെറിയ മൺചിരാതിനകത്ത്, നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന മൺചിരാതുണ്ടല്ലോ, ചെറിയ മൺചിരാതിനകത്ത് എള്ളെണ്ണ ഒഴിച്ച്, നെയ്യ് ഒഴിക്കരുത്, എള്ളെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ഈ കിഴി വെച്ച ശേഷം കിഴി മൊത്തവും എള്ളെണ്ണ മുക്കി വെക്കണം. എന്നിട്ടൊന്ന് ആ കിഴിയുടെ അറ്റം ഒന്ന് ഞെക്കി പിഴിയണം. എന്നിട്ട് ഒരു തട്ടത്തിനകത്ത് വെച്ച് രാവിലെ 6 മണിക്ക് മുമ്പ്, ശനിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി, ശനിയാഴ്ച മാത്രം ചെയ്താൽ മതി. ഇത് ഒരു 6 മണിക്ക് മുമ്പ്, രാവിലെ 6 മണിക്ക് മുമ്പ് ഇത് തട്ടത്തിൽ വെച്ച് നിങ്ങൾ കിഴക്കോട്ടിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഇത് വെച്ച്, ഇത് തട്ടത്തിൽ വെച്ച് വേണം കത്തിച്ചിട്ട് ഞാനീ പറയുന്ന രീതിയിൽ മന്ത്രം ജപിക്കണം. അസ്യ ശ്രീ ധനാകൃഷ്ണ ഭൈരവ മഹാമന്ത്രസ്യ, ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ നടുവിരലും മോതിരവിരലും ഇങ്ങനെ പിടിച്ച് അത് ശിരസി വെക്കണം. ഇങ്ങനെ പിടിച്ച് കണ്ടല്ലോ, ബ്രഹ്മ ഋഷി പങ്ക്തി ചന്ത
മേൽചുണ്ട്, പങ്ക്തി ചന്ത, ശ്രീ ധനാകൃഷ്ണ ഭൈരവ ദേവത നെഞ്ചി വെക്കുക. ഇങ്ങനെ മൂന്നിടത്ത് തൊടിയിക്കണം. ഛന്ദസ് വിടർത്തുക എന്ന് പറയും. നടുവിരലും മോതിരവിരലും ചേർത്ത് പിടിച്ച് ഇവിടെ ബ്രഹ്മ ഋഷി, പങ്ക്തി ചന്ത, ശ്രീ ധനാകൃഷ്ണ ഭൈരവ ദേവത, ഇങ്ങനെ ഛന്ദസ് വിടർത്തിയിട്ട് ഇങ്ങനെ ഒരു തവണ ചെയ്തിട്ട് ഈ മന്ത്രം ജപിക്കണം. മന്ത്രവും ഇതെല്ലാം ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടാം. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വരണാകർഷണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. സ്വർണ എന്ന് പറയരുത്, സ്വരണ എന്ന് പറയണം. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഓം ശ്രീം ഹ്രീം, ഹായ കാ ജപിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വരണാകർഷണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. ശക്തിയുള്ളൊരു മന്ത്രമാണ് കേട്ടോ. ഇത് നിങ്ങൾ നല്ല രീതിയിൽ അത് ലയിച്ചു ജപിച്ചാൽ അത് ഫലമാണ്. ഇതൊരു 3 തവണ ജപിക്കുക. ഈ കിഴി കെട്ടി ഈ മൺചിരാതിന് മുന്നിൽ ഇരുന്ന് വേണം ജപിക്കാൻ. അപ്പം അത് മൺചിരാത് കത്തിക്കണം. മൺചിരാതിനകത്ത് ആ കിഴി കത്തിക്കണം. കത്തിച്ചിട്ട് വേണം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ജപിക്കാൻ. എന്നിട്ട് ആ തന്നെ കത്തി തീർന്നോട്ടെ, ആ ദീപത്തെ നോക്കി വേണം ജപിക്കാൻ. അതാണ് രഹസ്യം. എന്നിട്ട് ഇത് 3 തവണ ജപിച്ചു കഴിഞ്ഞ് വീണ്ടും ഛന്ദസ് വിടർത്തണം. ബ്രഹ്മ ഋഷി, പങ്ക്തി ചന്ത, ശ്രീ ധനാകൃഷ്ണ ഭൈരവ ദേവത നെഞ്ചിലും തൊട്ട് ഛന്ദസ് വിടർത്തുക. അപ്പൊ ഛന്ദസ് നസിച്ചിട്ട് അത് വിടർത്തുകയും വേണം കേട്ടോ. അപ്പൊ ഈ മന്ത്രത്തിന് ഇത് വേണം. ഞാൻ പല മന്ത്രങ്ങൾ വിടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിന് ഛന്ദസ് ഋഷിയൊന്നും വേണ്ടേ? വേറെ മന്ത്രങ്ങൾ വേണ്ടാത്തോണ്ടാ പറയാത്തത്. അതങ്ങനെ ചെല്ലിയ ഫലം കിട്ടും. ഇതിന് പക്ഷെ ഛന്ദസ്സും ഋഷിയും ദേവതയും നസിച്ച് അത് കഴിഞ്ഞ് വിടർത്തണം. അതായത് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പും നിങ്ങൾ ഋഷിയും ബ്രഹ്മ ഋഷി, പങ്ക്തി ചന്ത, ശ്രീ ധനാകൃഷ്ണ ഭൈരവ ദേവത എന്ന് ഛന്ദസ് നസിച്ചിട്ട് ഈ മന്ത്രം 3 തവണ ജപിച്ചിട്ട് വീണ്ടും മന്ത്രം ജപിച്ചു കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മ ഋഷി, പങ്ക്തി ചന്ത, ശ്രീ ധനാകൃഷ്ണ ഭൈരവ ദേവത എന്ന് ഇങ്ങനെ ഛന്ദസ് വിടർത്തണം. ഇങ്ങനെ ജപിച്ചാൽ അത് ഫലമാണ്. മനസ്സിലായല്ലേ? ഇങ്ങനെ ജപിച്ചാൽ അത് ഫലമാണ്. ഇത്രയും ജപിച്ചു കഴിഞ്ഞ് ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ച് ആ വിരലുകളുടെ ഇത് കണ്ടോ, ഈ ചെറുവിരല്ലേ ഇതിൻ്റെ അകത്തോട് ആ കിഴിയിലെ ദീപം കാണത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ച് ധനാകൃഷ്ണ ഭൈരവ സ്വാമി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് വാഗൊണ്ട് പറയുക. 3 തവണ മനസ്സിൽ പറയുക. എന്നിട്ട് ആ ദീപം കത്തിത്തീർന്ന് നോക്കിയിരിക്കുക. അത്രയേ ഉള്ളൂ. ഈ വിദ്യ നിങ്ങളത് ചെയ്യുക. ദിവസവും രാവിലെ ചെയ്യേണ്ട. ശനിയാഴ്ച രാവിലെ ഒരു 6 മണിക്ക് മുമ്പായിട്ട് എപ്പം വേണമെങ്കിലും ചെയ്യാം. 9 കുരുമുളകിൻ്റെ വിദ്യയാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിളിച്ചാൽ ധനാകൃഷ്ണ ഭൈരവ സ്വാമി വരും. സംശയം വേണ്ട. ധനാകൃഷ്ണ ഭൈരവ സ്വാമി വരും. സമ്പത്തും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ 9 കുരുമുളകിൻ്റെ വിദ്യ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ നമ്മൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ കൂടെ പ്രയത്നിക്കണം. ഈശ്വരനെ വിളിക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ കാട്ടിത്തരും, ബുദ്ധി തെളിയും, നമുക്ക് കഴിവ് നൽകും. പിന്നെ പ്രവർത്തിക്കേണ്ട എപ്പോഴും നമ്മൾ തന്നെയാണ്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ വരുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതിലൊക്കെ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇത് നിങ്ങൾ ശനിയാഴ്ചകൾ ചെയ്യുക. ഇനി ധനാകൃഷ്ണ ഭൈരവ സ്വാമിയെ വിളിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഭൈരവൻ തൻ്റെ 7 ഭാവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പഴയ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പം പറഞ്ഞ ധനാകൃഷ്ണ ഭൈരവ സ്വാമിയെ കുറിച്ച്. അപ്പം ധനാകൃഷ്ണ ഭൈരവ സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ ശിവാംശമാണ്. നമുക്ക് സമ്പത്ത്, ധനം, സംരക്ഷണം, നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുക, ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുക, അതുപോലെ ഗ്രഹദോഷങ്ങളെ മാറ്റിത്തരും. മാത്രമല്ല ശനി ദോഷങ്ങൾ പിടിപെടത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ ചാരവശാൽ ഇപ്പം ഏഴരശനിയുള്ള സമയത്ത് വാഹനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ കണ്ടകശനി ആയിരിക്കുമ്പം വീട് മെയിൻ്റെനൻസ്, വീട് സംബന്ധമായി കടങ്ങളെ, ബാധ്യതകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ജന്മശനി ആയിരിക്കുമ്പോൾ പല ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ
പരാജയം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അഷ്ടമശനി ആയിരിക്കുമ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ, അഷ്ടമശനി ആയിരിക്കുമ്പോൾ വീട് ഭൂമി വാങ്ങാം, പക്ഷെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കടം കയറി ഒരു വഴിയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല. ശനി ജാതകത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നവർക്ക് വലിയ ദോഷം ചെയ്യത്തില്ല. പിന്നെ ഈശ്വരാധീനം ഉള്ളവന് ഒരു കുഴപ്പം വരത്തില്ല. കാരണം ഇതിനൊക്കെ അപ്പുറത്തായി ഈശ്വരാധീനം എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹം, ഈശ്വരാധീനം എന്നൊക്കെ പറഞ്ഞാൽ ആ ഈ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഒന്ന് കുടുംബദേവത, പിന്നെ ദേശദേവത, പിന്നെ നമ്മുടെ ഇഷ്ടമൂർത്തി, ഇങ്ങനെയുള്ള ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ല. അതറിയുക, ആദ്യം അതറിയുക. മനസ്സിലായല്ലോ? അപ്പം ഈ ശനിദോഷങ്ങൾ ഇതൊക്കെ ഇല്ലാത്തവരെയാണ് കൂടുതൽ പിടികൂടുന്നത്. ശനിദോഷങ്ങളുടെ ആ പിടിയിൽ നിന്ന് നമ്മളെ ഈ ധനാകർഷ്ണ ഭൈരവസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടുമെന്നാണ്. അത് എന്തുകൊണ്ടാണ്? ഭൈരവൻ ശിവാംശം തന്നെയാണ്. അതുകൊണ്ടാണ് ഭൈരവന്റെ ഏത് ഭാവങ്ങളും ആ ശിവാംശം തന്നെയാണ്. 7 തരം ഭൈരവന്മാരെ കുറിച്ച് ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇനി ഈ ഋഷി ചന്ദ്രശ ദേവതയൊക്കെ വേണ്ട മന്ത്രങ്ങൾക്ക് ഞാനത് പറയും. ഇന്ന മന്ത്രത്തിന് വേണമെന്ന് ഞാനത് പറയും. പറഞ്ഞില്ലെങ്കിൽ അർത്ഥം വേണ്ടെന്നാണ്. അത് ഒരു ഗുരുസ്ഥാനത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. വേണ്ടത് പറയും, ഇനി പറയാത്തത് വേണ്ടാത്തത് കൊണ്ടാണ്. അതിനപ്പുറത്ത് ഇപ്പുറത്തെ ഒരു ചോദ്യം ഉത്തരവില്ല. ആവശ്യമുള്ളത് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പൊ ഈ മന്ത്രം എല്ലാം ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടുന്നുണ്ട്. നിങ്ങൾ നോക്കി ജപിക്കുക. ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. ഞാനീ പറയുന്ന കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഒരു തവണ ഒന്ന് ക്ഷേത്രത്തിൽ പോയാൽ പോലും നിങ്ങൾക്കത് ആ ഈശ്വരാനുഭവം ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകും. ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്, പൂജയെക്കുറിച്ചുണ്ട്, തന്ത്രത്തെക്കുറിച്ചുണ്ട്, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ലളിതമായ ഒരു കാര്യം, അത് നിങ്ങളത് മനസ്സിലാക്കി ക്ഷേത്ര ദർശനം ചെയ്യുക. ക്ഷേത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ടും തൊഴുന്നത്, പ്രധാന ദേവനെ തൊഴുന്നത് എവിടെയാണ്? ക്ഷേത്രത്തിനുള്ളിൽ അല്ലേ? ക്ഷേത്രത്തിനുള്ളിലാണ് പ്രധാന ശ്രീകോവിലുള്ളത് ആണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പ്രധാന ശ്രീകോവിൽ എപ്പോഴും ക്ഷേത്രത്തിന് ഉള്ളിലാണ്. നമ്മൾ കൊടിമരത്തിൻ്റെ അവിടുന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് അകത്തേക്ക് കയറുമ്പോഴാണ് പ്രധാന ദേവന്റെ ശ്രീകോവിൽ കാണുന്നത്. ശരിക്കും ഇത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്? അങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുത് നോക്കിയേ. ക്ഷേത്രത്തിൽ നിന്ന്, അതായത് കൊടിമരം എന്ന് പറഞ്ഞൊരു അടയാളമാണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ശരിക്കും നമ്മുടെ തന്നെ മനസ്സിനകത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലേക്കാണ് മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് ആ ക്ഷേത്രത്തിന്റെ കൊടിമരം അടയാളമാണ്. ജാഗ്രത, നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്, ദേവനെ കാണാൻ പോവുകയാണ്. ഇന്ന് മനസ്സിനെ ഉണർത്തൽ കൂടാണ് ഈ കൊടിമരത്തിന്റെ പല കാര്യങ്ങളുള്ളിൽ ഒരു തത്വം. അപ്പൊ കൊടിമരത്തിന് അവിടെ നമ്മൾ ശ്രീകോവിലിനുള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ആ ശ്രീകോവിലിന് മുന്നിലെ ദേവന്റെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുതാൽ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ദൈവിക ബോധവും ആ ശ്രീകോവിലിനുള്ളിലെ ആ പ്രപഞ്ചബോധമാകുന്ന ഈശ്വരനുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. ആ ഒരു ചിന്തയോടുകൂടി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആകും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് എപ്പോഴും വികാരം ഇരിക്കുന്നത്. വികാരം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനോടും പ്രതികരിക്കുന്നതും ഒക്കെ. നമ്മൾ ജീവിക്കുന്നതെല്ലാം വികാരം ഉള്ളതുകൊണ്ടാണ്. ഈ വികാരങ്ങൾ ഹൃദയത്തിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആ ഹൃദയത്തിൽ എത്തുന്ന പോലെയാണ് നിങ്ങൾ ശ്രീകോവിലിനുള്ളിലേക്ക്, ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ എത്തിയ പോലെ തന്നെ എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയത്തിലെ നിങ്ങൾ ദേവനെ തന്നെയാണ് ശ്രീകോവിലിൽ തൊഴുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് സങ്കല്പിച്ച് തൊഴുതാൽ ഓൺ ദ സ്പോട്ടിൽ ആ നിമിഷം ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. യാതൊരു സംശയം വേണ്ട. ഇത് സൂക്ഷ്മവിദ്യ എന്നറിയുക. ഇത് സൂക്ഷ്മവിദ്യ, ഇത് സത്യവിദ്യ, ഇത് ജ്ഞാനവിദ്യ. നിങ്ങളുടെ ഉള്ളില് ആ ദേവതയുടെ അനുഭവം അറ്റ് ദ മൊമെന്റ് ആ നിമിഷം ഉണ്ടായി. ഈ ഒരു സങ്കല്പത്തോടു കൂടി ചെയ്യണം. ഞാൻ ഉള്ളിലോട്ട് കയറുന്നത് ശരിക്കും ഈ മനസ്സുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെയാണല്ലോ ഞാൻ കയറിയിരിക്കുന്നത്.
ആ എൻ്റെ ഹൃദയത്തിലുള്ള ഈശ്വരൻ തന്നെയാണല്ലോ എൻ്റെ മുന്നിലും ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വിചാരിച്ച് ആ ദേവത ആരും ആയിക്കോട്ടെ തൊഴുതാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ബോധവും ആ ചൈതന്യവും ആ ബോധവും ആ ശ്രീകോവിലുള്ള ആ ഈശ്വരൻ എന്ന പ്രപഞ്ച ബോധവുമായി ഓട്ടോമാറ്റിക് ആയിട്ട് കണക്റ്റ് ആവും. അവിടെ തൊട്ട് അറ്റ് ദ മൊമെന്റ്, ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു തവണ തൊഴുതു നോക്കാം. ഈ ചിന്തയോടുകൂടി ഈ സങ്കല്പത്തോടുകൂടി ഒന്ന് തൊഴുതു നോക്കും. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയ ചക്രത്തിലെ ആ ബോധമുണ്ടായി വരും, ആ ദേവതാ ചിന്ത ഉണ്ടായി വരും, ദേവതാഭാവം, ആ എനർജി, ആ ദേവതയാകുന്ന എനർജിയും നിങ്ങളുടെ ഉള്ളിലെ ഹൃദയത്തിലെ അനാഹത ചക്രത്തിലെ എനർജിയുമായി കണക്റ്റ് ആവും. എനർജികൾ കണക്റ്റ് ആവുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതലത്തിലെ എനർജി തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളും സൂക്ഷ്മതലത്തിലെ എനർജി തന്നെയാണ്. ഈ ചിന്തകളാണ്, ഈ എനർജിയാണ് നമ്മളുടെ ജീവിതത്തിലെല്ലാം, നമ്മുടെ മനസ്സിലെ തോന്നുന്ന ചിന്തകൾ, അല്ലെ നമ്മൾ മനസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം. നമ്മളിപ്പോൾ ഒരു വീട് വേണം, ആദ്യം ആ ചിന്തയാണ് മനസ്സിലുണ്ടാകുന്നത്. അതൊരു ഊർജമാ. അതാണ് പിന്നീട് നമ്മൾ അത് ശരിക്കും ആ വീട് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. യാഥാർത്ഥത്തിൽ ആദ്യം ഇതെല്ലാം ഊർജമായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഊർജങ്ങൾ തമ്മിലാണ് കണക്റ്റ് ആകേണ്ടത്. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ക്ഷേത്രദർശനം ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ജീവിതം മാറി. ഒരു തവണ പോയി തൊഴുതാലും ആ ദേവത നിങ്ങളുടെ ഹൃദയത്തിലിരിക്കും. ദേവതയുടെ അനുഗ്രഹം നിങ്ങളെ ഹൃദയത്തിലിരിക്കും. ആ ദേവതയുടെ അനുഗ്രഹം ഹൃദയത്തിലിരിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ കേട്ടോണ്ടോ ഒന്നും ജീവിതത്തിൽ ആ ശരിയായ മാറ്റം ഉണ്ടാകണമെങ്കിൽ ശരിയായ കാര്യങ്ങൾ അറിയണം, ശരിയായ രീതിയിൽ അറിയണം, അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനീ പറഞ്ഞു തരുന്നത് ശിവബോധത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ജ്ഞാനമാണ്. ഇത് എൻ്റെ അറിവല്ല, ഭഗവാന്റെ മഹത്വമാണ്, പരമേശ്വരന്റെ മഹത്വമാണ്. ശിവബോധത്തിൽ നിന്ന് ഞാൻ പറയുന്ന വിദ്യയാണിത്. ഇത് എൻ്റെ അറിവല്ല, ഇത് ഭഗവാനായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പൊ ഈ ക്ഷേത്രത്തിലെ പറഞ്ഞ രഹസ്യം ആവശ്യമുള്ളവർ ചെയ്ത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഈ മീനം, കുംഭം ഈ മാസങ്ങളിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ആ ഭരണി ദിവസം ഭദ്രകാളിയമ്മയെ കണ്ടു തൊഴുതാൽ വിശേഷപ്പെട്ട അനുഗ്രഹം കിട്ടും. അമ്മയ്ക്ക് കടുംബായുസം, ഭാഗ്യസത്വ പുഷ്പാഞ്ജലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. എണ്ണാമാല അർച്ചന, ഇത് എണ്ണാമാല അർച്ചന ഇഷ്ട നിവേദ്യം, ഈ നാലിൽ ഏത് ചെയ്താലും പെട്ടെന്ന് ഫലം ഉണ്ടാവും. ആ ദേവതയ്ക്ക്, ഒരു ദേവതയുടെ പ്രീതി ഉണ്ടാകാൻ ആ ദേവതയ്ക്ക് ഒന്നുകിൽ ഇഷ്ട നിവേദ്യം, പിന്നെ മാല, പിന്നെ ഇഷ്ടമുള്ള അർച്ചനകൾ, പിന്നെ ധൂപ ദീപങ്ങളൊക്കെ, അതായത് കർപ്പൂരമൊക്കെ സമർപ്പിക്കാം. അപ്പം കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്താലും ഫലമുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. മനസ്സിലായല്ലോ? ഇപ്പൊ ഇന്ന് ഈ കുംഭത്തിലെ ഞാൻ പറഞ്ഞപ്പോൾ താമസിച്ചു പോയി. മീനത്തിലെ ഭരണിയെങ്കിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രാവിലെ പോയി ചെയ്താൽ മതി. ഇനിയും പുത്തങ്കാവ് അമ്പലത്തിലെ പായിപ്പാട് പുത്തങ്കാവ് അമ്പലം, അതായത് എൻ്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തെക്കുറിച്ചാണ് പറയുന്നത്. ചങ്ങനാശ്ശേരി എന്നൊരു ഏകദേശം 6 കിലോമീറ്റർ കാണും. അപ്പം പുത്തൻകാവ് അമ്പലത്തിലെ അമ്മയുടെ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നിങ്ങൾ വിശ്വാസത്തോടെ തൊഴുത് പ്രാർത്ഥിച്ചാൽ അമ്മ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നുകിൽ ഒരു തൊഴിൽ ചെയ്യാനുള്ള അനുഗ്രഹം, അല്ലെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലെത്താനുള്ള അനുഗ്രഹം അമ്മ തരും. ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ സ്വന്തം നിലയിൽ ബിസിനസ് ചെയ്ത് വലിയ സമ്പന്നരാകുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പിന്നെ പ്രൊഫഷണൽ ആണെങ്കിൽ അവർ ഏറ്റവും ടോപ്പിൽ വരികയും ചെയ്യും. അപ്പം ഇത് അമ്മയുടെ മഹത്വമാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ പുത്തങ്കാവൽ അമ്പലത്തിൽ ചൊവ്വാഴ്ച 100 രൂപയുടെ ഗുരുതി നിവേദ്യമുണ്ട്. 100 രൂപയുടെ അത് ചെയ്താൽ, തിരുമേനിക്ക് ഒരു 100 രൂപ നഷ്ടം കൊടുക്കണം. ചെയ്താൽ ഈ മദ്യപാനം, ലഹരി ഉപയോഗം അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്ത് ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ട്. ഒരുപാട് ആളുകൾ. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടു. അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു.
അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഇത് ഓർത്ത് ഒന്നുകൂടെ പറയുന്നത്. പലതവണ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. മദ്യപാനം, ലഹരി, വഴക്ക്, പ്രശ്നം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പേര് ചെയ്യുക. അവരുടെ ആ സ്വഭാവമൊക്കെ മാറി ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും നല്ല ആളുകളും ഏറ്റവും സമ്പന്നന്മാരും ഒക്കെ ആയിത്തീരും. ചൊവ്വാഴ്ച ഗുരുതി നിവേദ്യം 100 രൂപയുടെ തിരുമേനിക്ക് ഒരു 100 രൂപ ദക്ഷിണ കൊടുക്കുക, ഒരു സന്തോഷം. ഇത് ആഴ്ചയിൽ ചെയ്യണം. അപ്പോഴേ പെട്ടെന്ന് മാറ്റം വരത്തുള്ളൂ. പിന്നെ കുറെ മാറ്റമായി കഴിഞ്ഞ് മാസത്തിലൊന്ന് ചെയ്താലും കുഴപ്പമില്ല. ആദ്യം ചെയ്യുമ്പോൾ കുറെ ആഴ്ചകൾ, അത് കണക്കൊന്നും നോക്കണ്ട, മാറ്റം വരുന്ന അനുസരിച്ച് നിങ്ങൾ ആവർത്തിക്കുക. ചിലർക്ക് പെട്ടെന്ന് മാറ്റം വരും, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ മാറിയാൽ തന്നെ ഇടയ്ക്ക് മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യണം. ഇത് ചൊവ്വാഴ്ച ചെയ്യേണ്ടതാണ്, വെള്ളിയാഴ്ച ചെയ്യേണ്ടതല്ല. ഏതിനാ? ഈ മദ്യപാനം, ലഹരി, വഴക്ക് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു നല്ല ഒരു സ്വഭാവമായി ഉയർച്ച ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ അതിനുവേണ്ടി ചൊവ്വാഴ്ചയാണ് ചെയ്യേണ്ടത് ഗുരുതി നിവേദ്യം. പായിപ്പാട് പുത്തങ്കാലമ്പലത്തെ കാര്യം പറഞ്ഞു. വെള്ളിയാഴ്ച നിങ്ങൾ ഗുരുതി നിവേദ്യം ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരാളുടെ സ്വഭാവം നന്നാകാനും അയാളെ പിടികൂടിയിരിക്കുന്ന ശത്രുദോഷങ്ങൾ മാറിക്കിട്ടാനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.